ഗുണ കേവ് കൊടൈക്കനാലിലെ വളരെ പ്രസിദ്ധമായ ഒരു കേവാണ് ഗുണ കേവ്. ഇത് ഏറ്റവും കൂടുതൽ പ്രശസ്തിയായത് മഞ്ഞുമേൽ ബോയ്സ് വന്നതിന് ശേഷമാണ്. ഇത്രമാത്രം ആളുകളുടെ തിക്കും തിരക്കും ഇവിടെ ഉണ്ടാകുന്നത് ഈ മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ശേഷമാണ്. ഞാനും ആദ്യമായിട്ടാണ് കൊടൈക്കനാൽ വിസിറ്റ് ചെയ്യുന്നത്. സോ ഈ ഗുണ കേവ് കാണാൻ വേണ്ടി നിറയെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ പരിചയപ്പെട്ടത് മലയാളീസിനെ തന്നെയായിരുന്നു. മാത്രമല്ല ഇവരെല്ലാം ഈ കേവിൽ പോയി സുഭാഷയെ എന്ന് വിളിക്കുന്നതും കേൾക്കാമായിരുന്നു. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മഞ്ഞുമേൽ ബോയ്സ് മലയാളീസിനെ എത്രത്തോളം ഇതിലായിട്ട് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഈ ഗുണ കേവിലായിട്ട് കുഞ്ഞൂസും അക്കൂസും എല്ലാവരും പോയി എന്ന് സുഭാഷിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി ഇതിൻ്റെ വേരുകളിലും അവിടെ ഇവിടെയൊക്കെ കയറി ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് അവിടുത്തെ വ്യൂ പോയിൻ്റാണ്. ഇവിടുന്ന് താഴോട്ട് നോക്കിയ നല്ലൊരു വ്യൂ ഉള്ളതാണ്. പക്ഷേ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾ പോയ സമയത്തെല്ലാം നല്ല മഞ്ഞായിരുന്നു. അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. തിരിച്ച് ഇറങ്ങി അവിടുത്തെ എല്ലാ കേവുകളും അത്യാവശ്യം കമ്പി വലകളിട്ട് സേഫ്റ്റി ചെയ്തിട്ടുണ്ട്, കാരണം ആരും ഇനി ആ കേവുകളിൽ പോകാതിരിക്കാൻ വേണ്ടി. അക്കൂസൊക്കെ ഈ കേവിൻ്റെ അകം എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ, അല്ലെങ്കിൽ അടിവശമൊക്കെ കാണാൻ പറ്റുമോ നോക്കാൻ വേണ്ടി എല്ലാം പല കേവുകളിലും കയറി ഇറങ്ങി നടന്നു. മാത്രമല്ല ഇവനും കുറേ ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തെടുത്തു. കുഞ്ഞൂസൊക്കെ ആ സിനിമ കണ്ടിട്ട് പോയത് കൊണ്ട് തന്നെ സുഭാഷിനെ അന്വേഷിച്ചുള്ള നടപ്പാണ്. ഇതിൻ്റെ അകത്താണ് പോയത്, ഇതിൻ്റെ അകത്തായിരിക്കും പോയതെന്ന്. പക്ഷേ മൂവിക്കകത്ത് വേറെ ഷൂട്ട് ചെയ്താന്ന് പറഞ്ഞാലും അവന്മാർക്ക് മനസ്സിലാവുന്നുണ്ടാകുന്നില്ല. അങ്ങനെ അവസാനം കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ വേരുകളുടെയൊക്കെ മുകളിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മുകളിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതിലോട്ട് കയറിപ്പോകാൻ നല്ല രസമാണ്. വീഴുമെന്നൊക്കെ പേടി തോന്നുമെങ്കിൽ പോലും നിറയെ ഉള്ളതിനാൽ എതിലേ കയറിപ്പോയാലും എങ്ങോട്ട് വീണാലും എവിടെയെങ്കിലൊക്കെ തടഞ്ഞു നിൽക്കും, അത് ഉറപ്പാണ്. അങ്ങനെ മുകളിൽ ചെന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവധിക്കാല സമയമായതിനാൽ തന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ഗ്രൂപ്പായിട്ടും ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും എല്ലാം നിറയെ ആളുകളുണ്ടായിരുന്നു. ആകെ അന്നേ ദിവസം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ആ മഞ്ഞിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. ആ മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നാൽ താഴോട്ടുള്ള വിഷ്വൽസ് ഒന്നും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ലായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം എന്തുമാത്രം ആൾക്കാരാണ് വന്ന് ഫോട്ടോസ് എടുക്കുന്നത്, വീഡിയോസ് എടുക്കുന്നത് എന്നും. ഇത് ഏറ്റവും കൂടുതൽ മലയാളീസാണ് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. മലയാളികൾ ഗ്രൂപ്പായിട്ടും ഫാമിലി ആയിട്ടും ക്ലബ് വൈസും എല്ലാം വന്ന് ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത് ഓഫ് സീസണാണ് സ്കൂളുകൾക്കൊക്കെ, അതുകൊണ്ടായിരിക്കാം ഒത്തിരി കുട്ടികളും ഒത്തിരി ഫാമിലി ആയിട്ടും എല്ലാം വരാനിടയായത്. എന്തായാലും ഞങ്ങൾ ഗുണ കേവ് എല്ലാം കണ്ടു കറങ്ങി അത്യാവശ്യം ഫോട്ടോസ് എല്ലാം എടുത്തു. കുറേ ഫോട്ടോ ഷൂട്ടുകളെല്ലാം നടത്തി. അങ്ങനെ കുഞ്ഞൂസിനും അക്കൂസിനും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ, ഓരോ പോസ് ചെയ്യാനും ഓരോ ആക്ഷൻ എടുക്കാനൊക്കെ. അങ്ങനെ ഞാനും അവസാനം ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഗുണ കേവിൽ നിന്നും യാത്രയായി.